ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം അയാളുടെ വീട്ടിൽ കഴിയുകയായിരുന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത്. സ്വാഭാവികമായും സംശയം കാമുകൻ ടിജിൻ ജോസഫിലേക്കെത്തി. ചിഞ്ചുവിന്റെ ബന്ധുക്കളും ടിജിൻ ജോസഫിനെതിരെ രംഗത്തെത്തി. എന്നാൽ 20 മാസം പിന്നിട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ മറ്റൊരാൾ ചിഞ്ചുവിനെ ബലാത്സംഗത്തിന് വിധേയയാക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കണ്ടെത്തി. നല്ലവരായ ക്രൈംബ്രാഞ്ചുകാർ, നല്ല മനസ്ഥിതിയും അതുപോലെ അവർ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥതയുള്ള ക്രൈംബ്രാഞ്ചുകാരാണ് ഇത് അന്വേഷിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് കേസ് പുറത്തു വന്നത്. അല്ലെങ്കിൽ ഇന്ന് ഞാൻ ചിലപ്പോൾ ജയിലിലായി പോയിരിക്കാം. കാമുകൻ ടിജിൻ സ്ഥലത്ത് ഇല്ലാതിരുന്ന സമയത്ത് വീട്ടിലെത്തിയ തടിക്കച്ചവടക്കാരൻ നസീർ ടിഞ്ചുവിനെ കടന്നുപിടിച്ചു. കീഴ്പ്പെടുത്താൻ ശ്രമിക്കവേ പരിക്കേറ്റ് അബോധാവസ്ഥയിലായ ടിഞ്ചുവിനെ ഇയാൾ ബലാത്സംഗം ചെയ്തു. തുടർന്ന് മേൽക്കൂരയിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തി. പോസ്റ്റ്മോർട്ടത്തിൽ യുവതിയുടെ ശരീരത്തിൽ 53 മുറിവുകൾ കണ്ടെത്തി. തുടർന്ന് പെരുമ്പട്ടി പോലീസ് ടിജിൻ ജോസഫിനെ അറസ്റ്റ് ചെയ്തു. ജാമ്യത്തിൽ ഇറങ്ങിയ ഇയാൾ പിന്നീട് കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണത്തിൽ നിർണായക മാറ്റങ്ങൾ ഉണ്ടായത്. ടിജിൻ ജോസഫിന്റെ പങ്ക് തള്ളിയ ക്രൈംബ്രാഞ്ച് സംഭവ ദിവസം വീടിന്റെ പരിസരത്തെത്തിയ 3 പേരിലേക്ക് അന്വേഷണം കേന്ദ്രീകരിച്ചു. മൃതശരീരത്തിന്റെ നഖത്തിനടിയിൽ കണ്ടെത്തിയ വസ്തുക്കളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം നസീറിന്റെ പങ്ക് വ്യക്തമാക്കുന്നത് കൂടിയായിരുന്നു. അതുപോലെ തന്നെ കെട്ടാൻ ഉപയോഗിച്ച ധോത്തി മുണ്ടുപയോഗിച്ചായിരുന്നു കെട്ടിയത്. ആ ലിഗേച്ചറിൽ നിന്നും പ്രതിയുടെ DNA കിട്ടിയിട്ടുണ്ട്. സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നഴ്സായിരുന്നു ടിഞ്ചു മൈക്കിൾ. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.